Hello everyone. Today we will discuss matter, ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയാം. ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എത്രയാണുള്ളത്? 7 ഒന്നാമത്തെ ഖരം, രണ്ടാമത്തെ ദ്രാവകം, മൂന്നാമത്തത് വാതകം, നാലാമത്തെ പ്ലാസ്മ, അഞ്ചാമത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, നാലാമത്തെയാണ് പ്ലാസ്മ, അഞ്ചാമത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ആറാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഏഴാമത്തത് ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ. 99% ദ്രവ്യവും പ്ലാസ്മാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുതുതായി കണ്ടെത്തിയ 3 അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൻ, എക്സിറ്റോണിയം, റിഡ്ബർഗ് പോളറൻസ്. പുതുതായി കണ്ടെത്തിയ 3 അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൻ, എക്സിറ്റോണിയം, റിഡ്ബർഗ് പോളറൻസ്. പ്രപഞ്ചത്തിന്റെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം ഓർ മാസ്. ദ്രവ്യത്തിന്റെ പിണ്ഡം നൽകുന്ന കണമാണ് ഹിഗ് ബോസോണുകൾ. സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥം ഹിഗ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലീഡർമാൻ. ക്വാർക്ക് കണ്ടുപിടിച്ചത് ആരാണ്? മുറേ ഗെൽമാനും ജോർജ് സ്വിഗ്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ആണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ക്വാർക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നത് ഹാഡ്രോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. ഒരു പദാർത്ഥത്തിലെ ഊർജവാഹകർ ബോസോൺ. പദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ വാതകം ആകുന്നത് ഉത്പതനം. പറയുന്ന പേര് ഉത്പതനം എന്നാണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ് ബോസോൺ. Okay, thank you so much for listening me. We'll see you in next video.